ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന സമയത്താണ് നമ്മുടെ ഒരു കൊറിയർ വന്നിരിപ്പുണ്ടായിരുന്നത്. അതായത് ഞാനൊരു ധാവണിയുടെ സെറ്റ്, നമ്മുടെ ഓണത്തിനേക്ക് വേണ്ടിയിട്ട് ഒരു ധാവണിയുടെ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്കേർട്ട് സ്റ്റിച്ചിടും, ബ്ലൗസ് അൺസ്റ്റിച്ചിടുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഷോൾ ഉണ്ടായിരുന്നു. ഷോളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ്. ഫസ്റ്റിന് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിൽ നല്ലൊരു റെഡ് കളറാണ്. അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. പക്ഷേ ഇത് വന്നപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മെറൂൺ കളർ. അതെന്ന് വെച്ചാൽ ഒരു ഇരുണ്ട കളറാണ്. ഇതിനകത്ത് ആ ഒരു തിളക്കം കാണുന്നത് മറ്റേ ആ ഗ്ലിറ്ററിങ് പോലൊരു സാധനം ഒടിക്കുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ആ തുണി കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. അതിലും എന്താ തീരെ കളറില്ല. പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഒരു ക്വാളിറ്റിയും ഇതിന് ഫീൽ ചെയ്തില്ല. ഈ ഒരു 700 റുപ്പീസിന് ഈ ഒരു സ്കേർട്ടും ടോപ്പും കൂടെ ഒരു മെറ്റീരിയലൂടെ വാങ്ങിയിട്ട് സാധാരണ ആൾക്കാർ മീഷോയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതിലും ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലിപ്കാർട്ടിൽ എനിക്കിപ്പം വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര നെഗറ്റീവ് എക്സ്പീരിയൻസ്. അതായത് ഷോൾ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു ഷോൾ അവരിങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു ഷോൾ, അതും വൈറ്റ് കളറാണ്, ഭയങ്കര വൈറ്റ് കളറാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു ഗോൾഡൻ ടിഷ്യൂ കളറും ആ ഒരു രീതിയിലുള്ള ഒരു നമ്മുടെ ഓണത്തിന് ഇടാന്നുള്ള രീതിയിലാണ്. പക്ഷേ അതല്ലായിരുന്നു. പിന്നെ അതുപോലെ ഈ സ്കേർട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു പിക്ചർ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഈ താഴത്തെ ഈ ഒരു ഗോൾഡൻ കളറാണ്. അതാണെങ്കിൽ ഇട്ട് നോക്കിയിട്ട് എന്താ പറയുക, വടി പോലെ ഇരിക്കുകയാണ്. ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരിപ്പുണ്ട്. ഒരു ഒതുക്കവോ ഒന്നുമില്ല. പിന്നെ ഈ മെറ്റീരിയൽ ഒതുക്കവും ഉണ്ടെങ്കിലും താഴെ വന്നിട്ട് ആ ഒരു ഗോൾഡൻ സാധനം ഇരിക്കുന്ന കാരണം ഭയങ്കര വടി പോലെ ഇരിക്കുക. പിന്നെ ഈ ഗോൾഡൻ ലൈൻസ് വെറുതെ ഇങ്ങനെ ഒരു വൈറ്റിനകത്ത് കൊടുത്തേക്കൊണ്ടുകൊണ്ട് അതത്ര ഭംഗിയൊന്നുമില്ല. നമ്മളൊരു ഗോൾഡൻ ടിഷ്യൂ കളർ അങ്ങനത്തെ അതിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയാണ്. ഞാനൊരു ആ ഫോട്ടോ കണ്ടപ്പം അങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു സ്കേർട്ട് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ മോൻകുട്ടന് ഞാൻ വാങ്ങിയ ഒരു ഷർട്ടിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവന് ചെക്ക് കളറാണ്, ചെക്ക് ഒരു ഷർട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഇതും ആ ഒരു ചെക്ക് ഞാനും അവനോട് പെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്, വെച്ചാൽ ഒരേപോലെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഈ ഗോൾഡൻ സാധനം ഇരിക്കുന്ന കാരണം ഇതിങ്ങനെ വെച്ച് തയ്ച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം എന്താ ഭയങ്കര വടി പോലെയാണ്. ഒരു ഒതുക്കമെന്ന് പറയുന്ന സാധനമില്ല. പിന്നെ അതിൻ്റെ ലാസ്റ്റ് തുമ്പിലൊക്കെ ആണെങ്കിൽ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി ഒരു നല്ല ക്വാളിറ്റിയിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല. അവർ ആ ഒരു പൊങ്ങി വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അടിയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിനകത്തു നിന്ന് വന്നതാണ്. അത് ലോക്ക് ചെയ്തിട്ട് പോലുമില്ല, കണ്ടോ, അങ്ങനെ ഊരി ഊരി വരുന്നതാണ്. പിന്നെ അണ്ടർ സ്കേർട്ടിൽ ആ ഒരു ലൈനിങ് മെറ്റീരിയൽ അവരത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. സ്റ്റിച്ച് ചെയ്ത് എനിക്കൊന്ന് സെമി സ്റ്റിച്ചഡ് ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ എന്താ ജസ്റ്റ് തയ്ച്ച് വിട്ടിട്ടുണ്ടോന്നുള്ള ഒരു തയ്യലേ ഉള്ളൂ. അതും ലോക്ക് ചെയ്യാതെ വിട്ടേക്കുന്നതാണ്. നൂല് പൊങ്ങി പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഭയങ്കര ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്താ പറയുക, ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നപ്പോൾ വളരെ ലോ ക്വാളിറ്റിയാണ് മെറ്റീരിയൽ. ഈ സ്കേർട്ടിൻ്റെ അണ്ടർ സ്കേർട്ടിൻ്റെ ആണെങ്കിൽ വെറും നൈസായിട്ടുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ല. അതൊരു 700 റുപ്പീസിന് എന്താ പറയുക, ഈ ഒരു സ്കേർട്ടും ടോപ്പും ഇതെല്ലാം കിട്ടത്തില്ലായിരിക്കും. പക്ഷേ എനിക്കറിയില്ല, സ്കേർട്ടെങ്കിലും അത്യാവശ്യം നല്ലത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കൊടുക്കാം നല്ലത്. ഇതെല്ലാം ഭയങ്കര മോശമാണ്. ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഈ ഒരു സാധനം ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കണ്ട, വേണമെങ്കിൽ എന്തിനാണ് വാങ്ങിക്കുന്നത്, ഇത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാതിരിക്കുക, അതാണ് നല്ലത്. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ തയ്ച്ച് വിട്ടിട്ടുണ്ടോ എന്നല്ലാതെ അതിനകത്ത് ലോക്ക് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഇങ്ങനെ നൂല് പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, ഈ ഒരു സാധനം ആരും വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള റിവ്യൂസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക്